പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. എറണാകുളത്ത് മലയാറ്റൂരിലെ 19-കാരി ചിത്രപ്രിയയുടെ മരണം അത് കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആൺ സുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. കല്ലുപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. ശനിയാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം കാണാതായ ചിത്രപ്രിയയെ സെബിയു റോഡിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂരിലെ ക്രൂര കൊലപാതകമാണ്. മലയാറ്റൂരിൽ നേരത്തെ ഒരു കൊലപാതകം നടത്തിയത് പ്രേക്ഷകർ കണ്ടെന്ന ഒരു ആത്മഹത്യയായി പിന്നീട് ആദ്യം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ചിത്രപ്രിയയുടെ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആൺ സുഹൃത്ത് അലനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. കൊലപാതകം മദ്യലഹരിയിലാണ് എന്നാണ് അലൻ സമ്മതിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ശരണുണ്ട്. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, വളരെ നിർണായകമായ വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചിത്രപ്രിയയുടെ മരണം അത് കൊലപാതകം തന്നെയെന്ന് തെളിയുന്നു. എന്തിനിയാൾ ഈ കൃത്യം നടത്തി? ആൺ സുഹൃത്തായ അലനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശരൺ? അരുൺകുമാർ, അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മദ്യപിച്ചു, ഈ പെൺകുട്ടിയുമായി ചേർന്ന് മദ്യപിച്ചതിനിടയിൽ ചില തർക്കങ്ങളുണ്ടായി. അങ്ങനെ തർക്കത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇയാളെ ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് താൻ ഈ പെൺകുട്ടിയെ ബൈക്കിൽ, അതായത് ചിത്രപ്രിയയെ ബൈക്കിൽ ആ സ്ഥലത്ത് കൊണ്ടുവിട്ടിരുന്നു. അതിനുശേഷം ചിത്രപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അതിനുശേഷമാണ് ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അപ്പോൾ ഇയാൾ വീണ്ടും അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് പോലീസ് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട്, തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയായ അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തിരികെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈകിട്ട് വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് ഈ ചിത്രപ്രിയയെ കാണാതാവുകയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് വലിയ പരിശോധന നടത്തിയെങ്കിലും ചിത്രപ്രിയയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് കാലടി പോലീസിന് പരാതി നൽകുന്നത്. കാലടി പോലീസ് കേസെടുത്ത CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു. അപ്പോഴാണ് ഈ അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെയും നടന്നു പോകുന്നതിന്റെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അലനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ വിട്ടയച്ചിരുന്നതാണ്. പിന്നാലെ ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ മോട്ടീവിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൊലപ്പെടുത്തിയത് ഇയാൾ തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും മോട്ടീവ് എന്താണെന്നുള്ളത്, അതായത് ഇയാൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയുമായി ചേർന്ന് മദ്യപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് താനാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. അതായത് മൊബൈൽ ബന്ധപ്പെടുന്നു, വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നു. അതിനുശേഷം ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം മദ്യപിക്കുന്നു. അതിനിടയിൽ ചില തർക്കങ്ങളുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ സമീപത്തെ ഒരു കല്ല്, ആ പറമ്പിൽ കിടന്നിരുന്ന കല്ല് എടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇയാൾ കൺഫസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ശരൺ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പെൺകുട്ടി, ചിത്രപ്രിയ അലനും ഒപ്പം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒപ്പം 2 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. മൊത്തം 4 പേരുണ്ട്. അതിലൊന്ന് പെൺകുട്ടിയും അലനുമാണ്. ബാക്കി 2 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് തുടർന്ന് അന്വേഷിക്കില്ലേ? ഇതൊരു വൈകുന്നേരമാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളതെന്ന് തോന്നുന്നു, അല്ലേ? അതോ ഉച്ചയ്ക്കാണ്? 1:53 കാണിക്കുന്നുണ്ട്, ഞായറാഴ്ച. കുമാർ, ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ കേസിൽ നിർണായകമായെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മറ്റുള്ളവരുടെ പങ്ക്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളത് നിലവിൽ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ അലൻ പെൺകുട്ടി, അതായത് ചിത്രപ്രിയയ്ക്ക് ഒപ്പം ഈ പറമ്പിലേക്ക് എത്തുന്നു. അവിടെ വച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ തർക്കമുണ്ടായതോടുകൂടി കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ. അതായത് അത് നമുക്ക് പൂർണ്ണമായും പുറത്തുവിടാൻ കഴിയുന്നതല്ല, അതായത് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ചില ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പോലീസിന് സംശയമുള്ളത് ഈ മറ്റ് ചില തർക്കങ്ങൾ, അതായത് ഈ വേറൊരു ആൺ സുഹൃത്തുമായി വേറൊരാളുമായിട്ട് ഈ ചിത്രപ്രിയയ്ക്ക് ബന്ധമുണ്ട് എന്ന് ഉള്ളൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് എന്നാൽ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് അത് പറയാനും കഴിയില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അലനും ചിത്രപ്രിയയ്ക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കൊലപാതകം എന്ന് മാത്രമാണ്, മറ്റേതെങ്കിലും അതിക്രമം നടന്നതായി ഇതുവരെയും
തെളിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഈ അലനും 19 വയസ്സ് തന്നെയാണോ പ്രായം? അരുൺകുമാർ, അലന് സമാനമായ പ്രായം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൃതദേഹത്തിന് 3-4 ദിവസത്തെ പഴക്കമുണ്ടെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. ഇൻക്വസ്റ്റിൽ തന്നെ അത് മനസ്സിലാക്കിയിരുന്നതാണ്. ഞായറാഴ്ചത്തെ CCTV ദൃശ്യമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ 3 ദിവസം പഴക്കമുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിലാകെ തന്നെ മുറിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുറിവുകൾ ഉണ്ടായ മാത്രമല്ല, സമീപത്ത്, അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തു നിന്ന് ഒരു കല്ല് കിട്ടുന്നു. ആ കല്ലിൽ രക്തക്കറ പുരണ്ടിരുന്നു. അപ്പോൾ ആ കല്ല് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് അലൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഇതിന്റെ മോട്ടീവ്, അതായത് എന്ത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കമുണ്ടായത് എന്നുള്ള കാര്യത്തിലാണ് ക്ലാരിറ്റി വരേണ്ടതെന്നുള്ളത് മാത്രമാണ് പോലീസ് പറയുന്നത്. നേരത്തെ പോലീസ് ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിലേക്ക് കൂടി വരട്ടെ, അതുകൂടി വന്ന ശേഷം ഇത് പൂർണ്ണമായും കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാം എന്നുള്ള നിലപാടാണ് എടുത്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ പ്രതി ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചപ്പോൾ ഇത് മർഡർ ആണെന്നുള്ളത് സ്ഥിരീകരിച്ച ഒരു കാര്യം മുന്നിലുണ്ട്. പക്ഷെ അതിനപ്പുറം ഇനി മോട്ടീവ് എന്താണ് എന്നുള്ളതിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ പല തരത്തിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ദൃശ്യങ്ങളാണ്, രാത്രിയിലെ ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം അവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഹെഡ്ലൈറ്റ് ഇട്ടാണ് വാഹനം വരുന്നത്. ഹെഡ്ലൈറ്റ് ഇട്ട് വരുന്ന വാഹനം പാരിഷ് ഹാളിന്റെ മുൻപിൽ കൊണ്ട് നിർത്തുന്നു. അവിടെ ആദ്യം 2 സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പം രണ്ടാമതാണ് അലനും ചിത്രപ്രിയയും കൂടി എത്തുന്നത്. അലനും ചിത്രപ്രിയയും എത്തി ചിത്രപ്രിയ റെയിൽവേ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമുക്കറിയേണ്ടത്. പക്ഷേ ശരൺ പറയുന്നത് പോലെ ചില CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ എവിടേക്ക് പോകാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിനുശേഷം അലനും ചിത്രപ്രിയയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. ആ സമയത്തുണ്ടായ ഒരു വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 19 വയസ്സ് മാത്രമേ ചിത്രപ്രിയയ്ക്കുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കണം. ഈ ഘട്ടത്തിലാണ് സുഹൃത്തുമായിട്ട് പുറത്തു പോകുന്നതും തിരിച്ചു വരുന്ന സമയത്ത് വാക്കുതർക്കം ഉണ്ടാകുന്നതും. ചിത്രപ്രിയയിലുണ്ടായ ഒരു സംശയമാണ് അലനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് തന്നെ, ആ പെൺകുട്ടി വിശ്വസിച്ചിറങ്ങിയ ആൺ സുഹൃത്ത് തന്നെ ആ പെൺകുട്ടിക്ക് മരണം സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തലയ്ക്ക് കല്ലുകൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ ഇഷ്ടം, സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് മദ്യലഹരിയിലാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അലൻ എന്ന ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. മദ്യലഹരിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങൾ എങ്ങനെയാണ് കൊല്ലുക? അതിന് മദ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിയാണ്, മദ്യം ചില വികാരങ്ങളെ വലിയ രീതിയിൽ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലഹരി ഒരു കാരണവശാലും പാടില്ല. പക്ഷേ എന്നാൽ പോലും അയാൾക്ക് ആ പെൺകുട്ടിയോടുണ്ടായിരുന്നത് സ്നേഹമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ.